നടിയെ ആക്രമിച്ച കേസിൽ കേരളത്തെ ഞെട്ടിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയ സംവിധായകനായിരുന്നു അന്തരിച്ച ബാലചന്ദ്രകുമാർ. ദിലീപ് കേസിലെ വെളിപ്പെടുത്തലിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. വൃക്കരോഗബാധിതനായി തിരുവല്ലയിലെ കെ.എം. ചെറിയാൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. നേരത്തെ ബാലചന്ദ്രകുമാറിന്റെ ചികിത്സാ ചെലവിലേക്ക് സഹായം തേടി കുടുംബവും സുഹൃത്തുക്കളും മുന്നോട്ട് വന്നിരുന്നു. രണ്ട് വൃക്കകൾക്കും രോഗം ബാധിച്ച അദ്ദേഹം ഹൃദയാഘാതവും വന്നതോടെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇന്ന് സിനിമാ ലോകം. എല്ലാം തീർന്നെന്ന് കരുതിയിടത്തു നിന്നാണ് സംവിധായകനായ ബാലചന്ദ്രകുമാറിന്റെ കടന്നുവരവ്. ചില ഓഡിയോയും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം കുറ്റം ചെയ്തത് ദിലീപാണെന്ന് ഉറപ്പിക്കുന്നവയല്ല, മറിച്ച് സംശയങ്ങളിലേക്ക് നിർത്തുന്നവയാണ്. എന്നാൽ പൾസർ സുനിയുമായി ദിലീപിന് നല്ല ബന്ധമുണ്ടെന്ന സംശയം സജീവമാക്കുന്നതാണ് ബാലചന്ദ്രകുമാറിന്റെ ഇടപെടൽ. നടി ആക്രമിക്കുന്നതിന് മുമ്പും പിമ്പും ദിലീപിന്റെ വീട്ടിൽ ബാലചന്ദ്രകുമാറിന് നല്ല സ്വാധീനമുണ്ടായിരുന്നു. ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ആ വീട്ടിൽ നടന്ന പല സംഭാഷണങ്ങളും ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്തിരുന്നുവെന്നാണ് പുറത്തുവരുന്ന ഓഡിയോ തെളിയിക്കുന്നത്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ദിലീപിനെ നിരീക്ഷിക്കാൻ പോലീസ് ചുമതലപ്പെടുത്തിയ ആളാണോ ബാലചന്ദ്രകുമാർ എന്ന സംശയം ദിലീപിന്റെ ചില അടുപ്പക്കാർക്കുണ്ട്. ഈ കേസ് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാതെ ബാലചന്ദ്രകുമാറിനെ പോലൊരാൾ ഇത് റെക്കോർഡ് ചെയ്തതാണ് ഇതിന് പിന്നിലെ സംശയത്തിന് ആക്കം കൂട്ടുന്നത്. ബ്ലാക്ക് മെയിലിംഗിന്റെ സ്വഭാവം ഇതിനുണ്ടോ എന്നതും നിർണായകമാണ്.